മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് ദിലീപ്. ഇപ്പോഴും തീർപ്പാക്കാത്ത കേസിന്റെ ഓരോ വഴികളും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രശസ്ത ക്രിമിനൽ വക്കീൽ രാമൻ പിള്ളയാണ് ദിലീപിന് വേണ്ടി കേസ് വാദിക്കുന്നത്. ഇപ്പോഴത്തെ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിരിക്കുന്ന വേളയിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ദിലീപിനായിരിക്കുമെന്ന് കണക്കുകൂട്ടുകയാണ് സോഷ്യൽ മീഡിയ. ദിലീപിന് ഇനി ജുഡീഷ്യറി കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. സുരേഷ് ഗോപിയുടെ നേട്ടത്തിൽ ആദ്യം ആശംസകളുമായി എത്തിയിരുന്നതും ദിലീപ് തന്നെയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം, സന്തോഷം, എല്ലാവിധ ആശംസകളും എന്നാണ് ദിലീപ് കുറിച്ചത്. ഇതിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത്. ദിലീപ് രക്ഷപ്പെട്ടാലോ, ഇനിയിപ്പോൾ ദിലീപിന് വേണ്ടി നിയമമെല്ലാം കാറ്റിൽ പറക്കുമെന്നെല്ലാം ഇവർ പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് കേസിൽ അതിജീവിതയുടെ ഹർജിയിൽ ഉപഹർജിയുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നു. മെമ്മറി കാർഡ് കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലർ ആയി കീഴ്ക്കോടതികൾക്ക് നൽകണം. സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് സർക്കുലർ ബാധകമാക്കണമെന്നും സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണമെന്നും ഉപഹർജിയിലുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന അതിജീവിതയുടെ ആരോപണം ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ വസ്തുത അന്വേഷണ റിപ്പോർട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തെത്തിയിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ. 2018 ഡിസംബർ 13 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനാണ് അനധികൃതമായി രണ്ടാം തവണ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചത്. രാത്രി 10:58 നടന്ന ഈ പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി. എന്നാൽ ജഡ്ജി നിർദ്ദേശിച്ചോ എന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല. കൂടാതെ 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്തദാറും മെമ്മറി കാർഡ് പരിശോധിച്ചു. തന്റെ വിവോ ഫോണിലാണ് ശിരസ്തദാർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചത്. ഈ ഫോൺ 2022 ട്രെയിൻ യാത്രയ്ക്കിടെ നഷ്ടമായെന്നും താജുദ്ദീൻ മൊഴി നൽകി. അനധികൃത പരിശോധനകളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും തെളിവുകൾ കസ്റ്റഡിയിലിരിക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് BJP. ഇതിന്റെ ഭാഗമായി 1,00,000 ലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന സ്വീകരണമാണ് ജില്ലയിൽ ഒരുക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുപ്രകാരം 75,079 സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് 3,37,652 വോട്ടുകൾ നേടിയപ്പോൾ 3,28,124 വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ ശക്തനായ മത്സരാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പത്മജയുടെ BJP പ്രവേശനവും മുരളീധരന്റെ പരാജയവും പൂർണ്ണമാക്കിയെന്ന് വേണം വിലയിരുത്താൻ.